കൂട്ടിക്കൊണ്ട് വന്ന് ഗുണ്ടായിസം കാണിക്കുന്നോ? തണ്ണി അടിച്ച് വന്ന് തകരാറ് കാണിക്ക. ഒന്ന് മിണ്ടാതിരിക്കച്ചാ. ആരെ ഇവിടെ വെള്ളം അടിച്ചിട്ട് വന്നെന്ന് പറഞ്ഞു? നിങ്ങളോട് തന്നെയാ പറഞ്ഞത്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ കുടിച്ചിട്ടുണ്ട്. അവനെ ആദ്യം പിടിച്ച് പുറത്താക്ക്. അത് കഴിഞ്ഞ് മതി സംസാരം. നമ്മുടെ കൂട്ടത്തിൽ ആരാടാ വെള്ളം അടിച്ചിട്ട് വന്നേ? വെള്ളം അടിച്ചവനെ എടുത്ത് പുറത്തിടാ. എന്നോടാ കളി? എന്താ കിളിക്കുന്നേ? പുറകോട്ട് നോക്ക്. അത് പിന്നെ നിങ്ങള് ബസ്സിലൊന്ന് മയങ്ങിപ്പോയപ്പോ ഇവന്മാരൊക്കെ ഒരേ പൈൻ്റെ അടുത്ത് വെള്ളം ചേർക്കാണ്ട് അടിച്ചിട്ടപ്പാ. നാണം കിടത്തില്ലടാ. അത് നേരത്തെ പോയതല്ലേ. നിങ്ങളുടെ ഗുരു എന്നോട് നുണ പറഞ്ഞു. നിങ്ങൾ നല്ലവനാണ്, നട്ടലുള്ളവനാണ്, സംസ്കാരമുള്ളവനാണെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത് കുടിയന്മാരുടെ സംഘത്തിന്റെ നേതാവാണെന്ന്. അച്ഛാ, എനിക്ക് ഇങ്ങനെ മകനെ വേണ്ടച്ചാ. വേറൊരു നല്ലവരനെ നോക്ക്. എന്റെ മോൻ ആരാന്നറിയാവോ? നിന്ന രാജാവ്, നടന്ന ചക്രവർത്തി, ഒന്നിരുന്നാൽ ഉദയസൂര്യൻ, കണ്ണു വെച്ചാൽ കനൽ കട്ട. അവനെ പോലെ ഒരു സുന്ദരനെ ഭർത്താവായി കിട്ടാൻ എത്ര പെണ്ണുങ്ങൾ താപസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയാവോ നിനക്ക്? ഹിമാലയത്തിൽ പോയി നോക്ക്. അവനേക്കാൾ മിടുക്കുന്ന ഒരുത്തനെ കിട്ടുവോ നിനക്ക്? അതെ. ചുമ്മാ. ഹോ, ഇത്ര പുകഴ്ത്തുന്നല്ലോ നിങ്ങളുടെ മകനെ. കേക്കാൻ കൊള്ളാം. എന്നാ അയാളെ കൊണ്ട് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കൊള്ളില്ലല്ലോ. ആരാ പറഞ്ഞത് പറ്റിയല്ലേ? അവനെടുക്കുന്ന ഓരോ തീരുമാനവും കൃത്യമായിരിക്കും, സത്യമായിരിക്കും, ഉറപ്പുള്ളതായിരിക്കും. ഇല്ലെങ്കിലോ? ആണെങ്കിലോ? ഇല്ലെങ്കിലോ? ആണെങ്കിലോ? അപ്പോ എന്നെ കല്യാണം കഴിക്കാൻ നിങ്ങളുടെ മകനെടുത്ത തീരുമാനവും ശരിയായിരിക്കണമല്ലോ. അതെ. അപ്പം ഞങ്ങളെ ആശീർവദിക്കേ. എന്നെയും സ്വന്തം മകനെയും. എവിടെയാ അവൻ? ഇവളുടെ പുറകിലുണ്ടായിരുന്നല്ലേ? നിന്റെ അഭിനയം സമ്മതിക്കണോടാ മോനെ. ജോഡി നല്ല ചേർച്ചയൊക്കെ ഉണ്ട്. വേലിയിലിരുന്ന പാമ്പിന്റെ അടുത്ത് വേലായത്തിൽ വെക്കുമല്ലായിരുന്നോ? ഇനി എന്തുട്ടാ ആലോചിക്കുന്നത്? ആശീർവാദം ചെയ്ത് ഹണിമൂൺ അയക്കാനുള്ള പരിപാടി നോക്കാനേ. നിനക്ക് പറ്റിയ പെണ്ണെ തന്നെ കണ്ടുപിടിച്ച നീ. എഴുന്നേറ്റോ.